ഇന്നത്തെ എൻ്റെ റെസിപ്പി കോവക്ക തോരനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിലും കുറച്ച് വ്യത്യസ്തമായി കോവക്ക തോരൻ വളരെ ടേസ്റ്റിയായി എങ്ങനെ തയ്യാറാക്കാം നോക്കാം. അതിനു വേണ്ടി കുറച്ച് കോവക്ക ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് നടുമുറിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. നല്ലതുപോലെ അരയരുത്, ചെറുതായി ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. ഇപ്പോൾ ഇതുപോലെ ഇട്ടിട്ട് ഇതപ്പോൾ ഞാൻ മുഴുവനായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചതച്ചെടുക്കുക. അപ്പോൾ കണ്ടില്ലേ, അതുപോലെ ആയി കിട്ടിയാൽ മതി കേട്ടോ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഇനി ഇതിലേക്ക് വേണ്ടത് സവാളയാണ്. സവാള ചെറുതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ചെറുതായി അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളകും ഇട്ട് കൊടുക്കുക. ഇനി ഇതൊരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിലയൊക്കെ ഇട്ട് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കോവയ്ക്ക, ഉള്ളി, പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ടിത് ചെറുതീയിൽ ഒന്ന് മൂടി വെച്ച് വേവിക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. അത് കൈവച്ചിട്ട് നല്ലൊന്ന് ഇങ്ങനെ ഇതുപോലെ ചെയ്യട്ടോ. അപ്പോൾ ആ തേങ്ങാപ്പാലൊക്കെ ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. മിക്സിയിൽ ചതച്ചെടുക്കൊന്നും വേണ്ട, ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ നമ്മളെ കോവക്ക വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങ ചേർക്കണം. തേങ്ങ ചേർത്തതിന് ശേഷം നല്ലൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളെ കോവക്കത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. സാധാരണ ഉണ്ടാക്കുന്നതിൽ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ കോവക്കത്തോരൻ തയ്യാറാക്കിയിട്ടുള്ളത്. എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ. താങ്ക് യു.